ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കളക്ഷൻ എന്ന് പറയുന്നത് 3 ടൈപ്പ് മെറ്റീരിയൽസ് ആണ് കേട്ടോ. കോട്ടൺ ഫ്ലെക്സ് ഉണ്ട്, അതുപോലെ തന്നെ ക്രീപ്പ് റയോൺ ഉണ്ട്, ഹക്കോബ മെറ്റീരിയൽസ് ഉണ്ട്. ഹക്കോബ ഇന്ന് ഒരു കളറേ കൊണ്ടുവന്നിട്ടുള്ളൂ, ക്രീം ഷെയ്ഡ്. ഒത്തിരി പേര് നമ്മളോട് ക്രീം കളർ ചോദിച്ചിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആട്ടോ ഇന്നത്തെ. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോട്ടൺ ഫ്ലെക്സിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. നോക്കിക്കുക, ആദ്യത്തെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. കോട്ടൺ ഫ്ലെക്സ് എന്ന് പറയുന്നത് നല്ല കോട്ടണും ലിനനും കൂടെ ഉള്ള മിക്സിംഗ് ഉള്ള നല്ല മെറ്റീരിയലാണ്. നല്ല കംഫർട്ടാണ് കേട്ടോ. സമ്മർ വെയറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അത്യാവശ്യം കട്ടിയുണ്ട്, ഒത്തിരി ട്രാൻസ്പെറൻറ്റും അല്ല ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത്. നല്ല രസമുള്ള മെറ്റീരിയലാണ്. നല്ല ഫ്ലവർ പ്രിൻ്റ് ഒക്കെ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയലാണിത് കേട്ടോ. 155 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 44 ആണ് വിഡ്ത്ത് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള കോട്ടണിൻ്റെയും ലിനൻ്റെയും കൂടെ യാൺസ് മിക്സിംഗ് ആണ് കേട്ടോ കോട്ടൺ ഫ്ലെക്സ് എന്ന് പറയുന്നത്. അടുത്തത് നോക്കിക്കേ, അടുത്തതും കോട്ടൺ ഫ്ലെക്സ് ആണ് കേട്ടോ. നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ബേസ് കളർ. അതിൽ ഒരു യെല്ലോയും വൈറ്റും ഒരു ചോക്ലേറ്റ് ഷെയ്ഡൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്രിൻറ്റ് വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു കളറുമാണ് കോട്ടൺ ഫ്ലെക്സ് മെറ്റീരിയൽ. 155 ആണ് റേറ്റ്. 40 to 44 ആണ് വിഡ്ത്ത് വരുന്നത് കേട്ടോ. നല്ല രസമുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്ലിറ്റ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി 2.5 മീറ്റർ എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ എ ലൈനൊക്കെ 3 മീറ്ററൊക്കെ ആയിട്ട് എടുക്കേണ്ടി വരും കേട്ടോ. 40 to 44 ആണ് വിഡ്ത്ത് വരുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ളതാണ് കേട്ടോ. അടുത്ത് നോക്കിക്കുക, നല്ല അടിപൊളിയായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇത് നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, സ്റ്റോക്ക് ഔട്ടായി പോയതായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് നമ്മളോട് ഇത് ചോദിച്ചിരുന്നു. നല്ല രസമുള്ളൊരു മെറ്റീരിയലാണ് ഇതും കോട്ടൺ ഫ്ലെക്സ് ആണ്. ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലൊരു ബ്ലൂ. ഈ ബ്ലൂവിന് ചെറിയൊരു വേരിയേഷൻ ഉണ്ട് വീഡിയോയിൽ. ഞാൻ ലാസ്റ്റ് ഫോട്ടോയും കൂടെ അറ്റാച്ച് ചെയ്തേക്കാം കേട്ടോ. ഈ ബ്ലൂ അല്ല, ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. 145 ആണ് റേറ്റ് വരുന്നത്. നല്ല അടിപൊളിയായിട്ടൊരു കളക്ഷനാണ്. 40 to 44 ആണ് വിഡ്ത്ത് വരുന്നത് കേട്ടോ. അടുത്തത് നോക്കിക്കേ, ഒരു ഓഫ് വൈറ്റ് ഷീറ്റ് തന്നെ വന്നിരിക്കുന്ന ഒരു ചെറുപയർ പച്ചയുടെ ഒരു ഡിസൈൻസും കൂടെ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു കളക്ഷനാണ് കേട്ടോ. നല്ലൊരു ഡിസൈനുമാണ് വന്നിരിക്കുന്നത്. ഒരു ചെറുപയർ പച്ച എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു മൈലാഞ്ചിയുടെ പച്ച, ആ ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടൊരു കളക്ഷനാണ് ഇത്. നമുക്ക് ടോപ്പായിട്ടും ബോട്ടമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് കേട്ടോ. ഇപ്പം നമുക്ക് വേറൊരു ടോപ്പ് ഉണ്ടെങ്കിൽ ഇത് വേണേൽ ബോട്ടമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ടൈപ്പ് മെറ്റീരിയലും കൂടിയാണ്. അടുത്തതും നല്ലൊരു ഷെയ്ഡാണ്. നല്ലൊരു ചെറിയൊരു ഗ്രീൻ്റെ ഷെയ്ഡ് ബേസ് കളർ ഓഫ് വൈറ്റിൽ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷനാണ്. നല്ല സ്റ്റാൻഡേർഡായിട്ട് തോന്നിക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. കോട്ടൺ ഫ്ലെക്സ് ആണ് മെറ്റീരിയൽ വരുന്നത്. 145 ആണ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ വിഡ്ത്ത് വരുന്നത് 40 to 44 ആണ് വിഡ്ത്ത് വരുന്നത് കേട്ടോ. നമുക്ക് ടോപ്പിനും ബോട്ടമായിട്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. കോട്ട് സെറ്റൊക്കെ ആയിട്ട് സെറ്റ് ചെയ്താൽ സൂപ്പറായിരിക്കും. ഇപ്പോൾ ഒത്തിരി ട്രെൻഡിങ് ആണ് നമ്മുടെ ഈ കോട്ട് സെറ്റൊക്കെ. അപ്പോൾ അങ്ങനെ നമുക്കും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടൊരു കളക്ഷനാണ്. അടുത്തത് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു കോട്ടൺ ഫ്ലെക്സിൻ്റെ മെറ്റീരിയലാണ്. ഒരു ലൈറ്റ് ഒരു ആഷ് കളറിൽ റെഡിൻ്റെ ഡിസൈൻസ് വന്നിരിക്കുന്നത്. ബേസ് കളർ ഒരു ലൈറ്റ് ആഷ് കളർ പോലെ വരും. വീഡിയോയിലൊരു വൈറ്റ് പോലെയാണ് വന്നിരിക്കുന്നത്. വൈറ്റ് അല്ല, ഒരു ലൈറ്റ് ആഷ് പോലെ വരും. അതിൽ റെഡ് ഷെയ്ഡ് റെഡിൻ്റെ ഡിസൈൻസ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടൊരു മെറ്റീരിയലാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ഈ കോട്ടൺ ഫ്ലെക്സ് എന്ന് പറയുന്നത്. നമുക്കിത് ലൈനിങ് ഇല്ലാതെ വേണം സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ലൈനിങ് ഇട്ട് ചെയ്യാം, അല്ലാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത്. കാരണം അത്രയ്ക്ക് ട്രാൻസ്പെറൻ്റ് അല്ല ഈ മെറ്റീരിയൽ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷനാണ്. അടുത്തത് നമ്മുടെ ഹക്കോബയുടെ കളക്ഷനാണ്. ക്രീം കളറാണ് ഇന്ന് കാണിക്കുന്നത്. 2 ഡിസൈൻസാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഏകദേശം 58 to 60 ആണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്രീമിയം ഹക്കോബയാണ്. നമ്മളോട് കുറേ പേര് ക്രീം ഷെയ്ഡ് ചോദിച്ചിരുന്നു, വൈറ്റും ഓഫ് വൈറ്റൊക്കെ ഇട്ടപ്പോൾ. അപ്പം ഇന്നത്തെ നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ്. 60 ആണ് ഇതിൻ്റെ വിഡ്ത്ത് ഏകദേശം വരുന്നത് കേട്ടോ. അപ്പം 320 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നല്ല പ്രീമിയം ആയിട്ടുള്ള ഹക്കോബ തന്നെയാണ് കേട്ടോ. നല്ല ഒരു ഡിസൈൻസാണ്. 2 എണ്ണമാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ഇതുണ്ടോ എന്ത് രസമാണെന്ന് നോക്കി. ഇതൊക്കെ വെച്ച് നല്ല ടോപ്പൊക്കെ സ്റ്റിച്ച് നല്ല സൂപ്പറായിരിക്കും കേട്ടോ. അടുത്ത ഡിസൈൻ നോക്കി, അതും ഇതുപോലെ തന്നെ ഹോൾസ് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഏകദേശം 58 to 60 അടുത്ത് വീതി വരുന്ന പ്രീമിയം ആയിട്ടുള്ള ഹക്കോബ മെറ്റീരിയൽസ് ആണ് കേട്ടോ. ഇതിൻ്റെയും പ്രൈസ് വരുന്നത് 320 ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. നല്ല രസമുള്ള ഇതാണ്. അപ്പോൾ നമുക്കൊരു 1.5 മീറ്റർ എടുത്താൽ മതി സ്ലിറ്റ് ടോപ്പും. അതുപോലെ തന്നെ എ ലൈനൊക്കെ സ്റ്റിച്ച് ചെയ്യാനും 2 മീറ്റർ മതി. ഇപ്പം വണ്ണമുള്ളവർക്കൊക്കെ 2 മീറ്റർ മതി. ഇല്ലെങ്കിൽ ഇത്തിരി കൂടെ കുറച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല.
അടുത്തത് നമ്മുടെ ക്രേപ്പ് റയോൺ. അതും എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഫസ്റ്റ് വൺ നോക്കിക്കേ, അതിൽ നല്ല ഇത് ക്രേപ്പ് റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ലിയോറക്സ് ലൈനും കൂടെ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. പുതിയ കളക്ഷനാണ് ഇതെല്ലാം തന്നെ. നല്ല രസമുള്ള ഒരു കോഫി ബ്രൗൺ കളറിലുള്ള ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഇത് റേറ്റ് വരുന്നത് 155 ആണ് റേറ്റ് വന്നിരിക്കുന്നത് കേട്ടോ. ചെറിയ ലൈൻസും കൂടെ അതിലൂടെ പോകുന്നുണ്ട്. അടുത്തത് നോക്കിക്കുക, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്രേപ്പ് റയോൺ മെറ്റീരിയലാണ്. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ കംഫർട്ടാട്ടോ ഈ മെറ്റീരിയൽ. ക്രേപ്പ് റയോൺ എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഒരു ഗ്രീൻ ഷെയ്ഡ് എന്ന് പറയാം. അതിൽ വൈറ്റും അതുപോലെ ഡാർക്ക് ഗ്രീനും കൂടെയുള്ള കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷനാണ്. 145 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 42-44 ആണ് വിഡ്ത്ത് വരുന്നത് കേട്ടോ. നല്ല ഏലിയൻ ടോപ്പായിട്ടോ അല്ലെങ്കിൽ സ്ലിറ്റ് ടോപ്പായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല സൂപ്പറായിരിക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ക്രേപ്പ് റയോൺ എന്ന് പറയുന്നത്. അടുത്ത് നോക്കി ഒരു ബേബി പിങ്ക് ഷെയ്ഡാണ്. അതിൽ നല്ല ഒരു ഓറഞ്ച് ഷെയ്ഡിൻ്റെ വർക്ക് കൂടെ വന്നിട്ടുള്ള നല്ല മെറ്റീരിയലാണ്. നല്ല പ്രിൻറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. വീഡിയോയിൽ ചെറിയൊരു കളർ വേരിയേഷൻ ഉണ്ട്. 145 ആണ് റേറ്റ് വന്നിരിക്കുന്നത്. 42-44 ആണ് വിഡ്ത്ത് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ 2 വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിലേതെങ്കിലും ഒരെണ്ണത്തിൽ സെൻഡ് ചെയ്താൽ മതി. അപ്പം സ്റ്റോക്ക് നോക്കിയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ വേഗം ചെയ്തോളൂ കേട്ടോ, കാരണം പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പം വേഗം ആയിക്കോട്ടെ കേട്ടോ. ഇനി അടുത്തതും ക്രേപ്പ് റയോൺ മെറ്റീരിയലാണ്. ഒരു ബേസ് കളർ വരുന്നത് ഒരു വൈറ്റ് ആണ്, ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. അതിൽ മിക്സഡ് ആയിട്ടുള്ള ഷെയ്ഡ്സ് പലതും വന്നിട്ടുണ്ട്. നല്ല ലീഫിൻ്റെ ഡിസൈൻസ് ഒക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കളറാണ്. നമുക്കും ഇതും വേണേൽ കോട്ട് സെറ്റൊക്കെ ആയിട്ട് പിള്ളേർക്കോ വലിയവർക്കാണെങ്കിലും സെറ്റ് ചെയ്യാൻ നല്ല അടിപൊളിയാണ്. നല്ല സോഫ്റ്റാണ് ഈ മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ നല്ല നമുക്ക് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. നമുക്കങ്ങനെ കളറ് പോകുന്നോ അങ്ങനെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നല്ല അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷനാണിതും. അടുത്തൊരു കോട്ടൺ ഫ്ലെക്സിൻ്റെ മെറ്റീരിയലാണ്. ഒരു ഡാർക്ക് നേവി ബ്ലൂ ആട്ടോ വന്നിരിക്കുന്നത്. ബ്ലാക്ക് അല്ല കളറ്, ഒരു ഡാർക്ക് നേവി ബ്ലൂ ആണ്. നല്ല പ്രിൻറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. 145 ആണ് റേറ്റ് വരുന്നത്. വിഡ്ത്ത് 42-44 ആണ്. നല്ല അടിപൊളി കളക്ഷനാണ്. നല്ല കോട്ടൺ ഫ്ലെക്സിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. അപ്പം ഇത്രയാണ് ഇന്നത്തെ കളക്ഷന്. ഇഷ്ടപ്പെട്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സാപ്പിൽ അയച്ചോളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, പിന്നെ കാണാം.